ഇന്ന് നമുക്ക് വെള്ളപ്പം ഗ്രീൻ പീസ് കറി അല്ലേ? വെള്ളപ്പം ഗ്രീൻ പീസ് കറി കൂടി ഇന്ന് അടിക്കാം. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് സവാള ഇഞ്ചില്ല, നമ്മൾ ഇഞ്ചി ഒഴിവാക്കിയില്ല. നമ്മൾ സാധാരണ ഗ്രീൻ പീസ് കറികളൊക്കെ ഇഞ്ചി ഇടാറില്ല. അപ്പോൾ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിട്ട് വേറെ ടേസ്റ്റ്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ കാരണം ഒരു ലേശം മതിയല്ലേ? ലേശം വേപ്പിലായിക്കോട്ടെ അല്ലേ? അതിൻ്റെ പോരാ, തക്കാളി ആയിക്കോട്ടെ. നന്നായിട്ട് മൊരിയൊന്നും വേണ്ട, ഒന്ന് വാടിയാൽ പോരെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് മൂടി വയ്ക്കുക, ഒന്ന് വെന്തോട്ടെ. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വേവട്ടെ, അതിനുള്ള ചായ കുടിക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ചങ്കൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സവാള തക്കാളി ഒന്നുകൂടി വെന്തുടയട്ടെ. ഇത് നമ്മുടെ നാടൻ ഗ്രീൻ പീസ് കറി, സിമ്പിളായിട്ടുള്ള ഗ്രീൻ പീസ് കറി. കൂടുതൽ ആർഭാടം ചമയങ്ങളൊന്നും ഇല്ല. ഇന്റർനാഷണൽ ലെവലൊന്നുമല്ല, നമ്മൾ സാധാരണ ഗ്രീൻ പീസ് കറി. നമുക്കിത് പൊടിയിട്ടല്ലോ. മല്ലിപ്പൊടി എരിവ് കൂടുതലാണോ? 2 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1 സ്പൂൺ പോരെ? മതി മതി. പച്ചമുളകും പോട്ടെ. ഗരം മസാല 1 ടീസ്പൂണാണല്ലേ? 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് അങ്ങനെ ഗ്രീൻ പീസ് ഇട്ട് അങ്ങനെ നമ്മൾ മസാലയൊക്കെ വാടി പച്ചമുളകൊക്കെ പോയി. നമുക്ക് ഇനി ഗ്രീൻ പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പത്തിന് സിമ്പിളായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി. ഇതൊന്നും തിളക്കട്ടെ, മസാലയും ഗ്രീൻ പീസൊക്കെ ഒന്നും കൂടി പിടിക്കിട്ടുണ്ട്. കുറച്ച് നേരം മൂടിയേക്കല്ലേ? ഒരു 5 മിനിറ്റ് മൂടിച്ച് വേവിക്കട്ടെ. അപ്പോൾ നമ്മുടെ അപ്പത്തിനുള്ള ഗ്രീൻ പീസ് കറി റെഡി, ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇതാണ് നമ്മുടെ സാധാരണ ലോക്കൽ ഗ്രീൻ പീസ് കറി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ചങ്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബായ്.